10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് ആരോഗ്യവകുപ്പിലെ പ്രശ്നമെന്നും അദ്ദേഹം പരിഹസിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. സംസ്ഥാനത്ത് ആരോഗ്യമേഖല പൂർണ്ണ സ്തംഭനത്തിലാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കിഴക്കാട് പോയി ചാരാൻ പറയേ തെണ്ടി തരാൻ ഈ പറയണ ചെയ്യണു. അല്ല മനസ്സിലായില്ല, എന്ത് തെണ്ടി തരാം? എന്നാൽ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലും മാത്രമാണ് ആരോഗ്യവകുപ്പ് നേരിട്ടിരുന്ന പ്രശ്നമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. ഞങ്ങളുടെ ജീവനാണ്, ജീവനാണ്. ഒന്ന് പറയാൻ ഉണ്ണിയാണ്. അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ രംഗമാണ് DHSൽ നടക്കുന്നതെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് വിമർശിച്ചു. എന്തോ എങ്ങനെ ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. പകർച്ചവ്യാധി സംബന്ധിച്ച അതിനിർണായകമായ യോഗം ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് നാണക്കേടല്ലേ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് തന്നെ കസേരക്കളിയല്ലേ നടന്നത്, കസേര തർക്കയല്ലേ നടന്നത്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇത്തരമൊരു അവസ്ഥ ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഓരോരുത്തര് പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഉന്നത ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തു പോകാൻ കഴിയണം. ആ നില നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വന്നു ചേർന്നിട്ടുള്ളത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. താഴെത്തട്ടിലുള്ള പ്രവർത്തനമാകെ സ്തംഭിച്ചിരിക്കുകയാണ്, പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. എന്നാലും തള്ളുമ്പോ ഒരു സാമാന്യ വിവരം വേണ്ടേ? സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥരെ മാറ്റിയെന്നും 10 വർഷം തകർത്ത സിസ്റ്റത്തെയാണ് തങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുന്നതെന്നുമാണ് മന്ത്രി കെ മുരളീധരന്റെ മറുപടി. 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് ആരോഗ്യവകുപ്പിലെ പ്രശ്നമെന്നും അദ്ദേഹം പരിഹസിച്ചു. പൊന്നനിയ ശവത്തി കുത്തരുത്, ജീവിച്ചു പോട്ടെ. യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. വെരി കറക്റ്റ്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കസാല മാറ്റിയിരുത്താൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഭാവിയിലും ഉണ്ടാവും. കാരണം സിസ്റ്റത്തിനോട് സഹകരിക്കണം. അങ്ങനെ വേണോ സാർ? ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാൻ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ പോലത്തെ മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല. എന്തുകൊണ്ട് തോറ്റു നമ്മൾ, എന്തുകൊണ്ട് തോറ്റു